വാഴ്ത്തപ്പെട്ട ആൻ കാതറിൻ എമറിച്ചിന് ലഭിച്ച ദർശനങ്ങളിലൂടെയാണ് പീഡാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ക്രിസ്തു മാനവകുലത്തിന്റെ മേൽ വർഷിച്ച സ്നേഹത്തെയും ആത്മാക്കളെ സ്വന്തമാക്കാനായി അവിടുന്ന് സഹിച്ച ത്യാഗങ്ങളെയും കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായ ധാരണ നമുക്ക് ലഭിക്കുന്നത്. പടയാളികൾ നിശബ്ദരായി പീഡന ഉപകരണങ്ങളുമായി കടന്നു വരുന്നതും വേറെ ചിലർ കാട്ടുവള്ളികൾ പറിച്ചെടുത്ത് ചമ്മട്ടിയുണ്ടാക്കുന്നതും വാഴ്ത്തപ്പെട്ട ആൻ ദർശനത്തിൽ കണ്ടു. വേറെ ചിലർ മുള്ളുകൾ കൊണ്ടുവന്നു. അവരുടെ വായ് നിറയെ കയ്പ് നിറഞ്ഞ വാക്കുകളായിരുന്നു. ഈശോയെ അവർ മുന്നോട്ട് കൊണ്ടുപോയി വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി സ്തൂപത്തിൽ കെട്ടിയിട്ടു. പിന്നെ ചമ്മട്ടിയടി ആരംഭിച്ചു. ഓരോ ചമ്മട്ടിയടിയിലും മാംസകഷണങ്ങൾ ശരീരത്തിൽ നിന്നും തെറിച്ചുപോയി. ഈശോയുടെ ശരീരത്തിന്റെ സ്വാഭാവികമായ നിറം മാറുകയും അത് ഇളം ചുമപ്പ് നിറമായി തീരുകയും ചെയ്തു. ക്രൂരന്മാരായ ആരാചാരന്മാർ ഈശോയെ ക്രൂരമായി മർദ്ദിക്കുമ്പോഴും ഏറ്റവും ഹൃദയസ്പർശിയായ രംഗം ഈശോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് എന്നതായിരുന്നു. ഈ സമയം ഈശോ മാതാവിനെ നോക്കി. മകന്റെ നോട്ടം അമ്മയ്ക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. പരിശുദ്ധയമ്മ ആ നോട്ടത്തിനു മുൻപിൽ ബോധരഹിതയായി നിലം പതിച്ചു. തന്റെ മകൻ മുറിവുകളാൽ മൂടപ്പെട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ഏതമ്മയ്ക്കാണ് ബോധം നഷ്ടപ്പെടാതിരിക്കുന്നത്? തൂണിൽ കെട്ടിയിട്ടപ്പെട്ടിരിക്കുന്ന ഈശോ കൈകൾ ഉയർത്തുന്നത് കണ്ടപ്പോൾ പടയാളികൾ ഈശോയുടെ കൈകൾ സ്തംഭത്തിന് മുകളിലുള്ള ഇരുമ്പ് വളയത്തിൽ കെട്ടിയിട്ടു. അപ്പോഴേക്കും പൂർണ്ണ നഗ്നനായി കഴിഞ്ഞിരുന്നു യേശു. കോപാകുലരായ രണ്ടു പട്ടാളക്കാർ മുൻപോട്ട് വരികയും അവർ അടിമുതൽ മുടിവരെ ഈശോയെ ക്രൂരമായി മർദ്ദിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ വടികളും ആയുധങ്ങളുമായിരുന്നു അവരുടെ പക്കൽ ഉണ്ടായിരുന്നത്. അവരുടെ ഓരോ അടി പതിക്കുമ്പോഴും ഈശോയുടെ ശരീരത്തിൽ നിന്ന് മാംസകഷണങ്ങൾ തെറിച്ചു വീഴുന്നുണ്ടായിരുന്നു. പടയാളികളുടെ കൈകളിൽ പോലും ഈശോയുടെ രക്തം വീണ് കറ പുരണ്ടു. അപ്പോഴും ഈശോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കരുണയോടെ അവരെ നോക്കുകയും മാത്രമാണ് ചെയ്തത്. പീഡനങ്ങളുടെ എല്ലാ നേരവും ഇടവേളകളില്ലാതെ ഈശോ മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. പടയാളികൾ യേശുവിനെയും കൊണ്ട് മുൻപോട്ട് നീങ്ങിയപ്പോൾ ജനക്കൂട്ടം ആർത്തട്ടഹസിച്ചു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. ഈശോ ഈ പീഡകളെല്ലാം സഹിക്കുന്നത് പരിശുദ്ധയമ്മ സാക്ഷിയായിരുന്നു. ഈശോ പീഡനങ്ങളെല്ലാം ശരീരത്തിൽ അനുഭവിച്ചപ്പോൾ മാതാവ് അവയെല്ലാം ഹൃദയത്തിൽ സംവഹിക്കുകയായിരുന്നു.